നമ്മുടെ ആരോഗ്യകാര്യത്തിൽ പണ്ടേ മുതലേ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് എന്നൊക്കെ കേട്ടിട്ടല്ലേ? പക്ഷേ ഒരു ചികിത്സാരീതി ശരിക്കും ഫലപ്രദമാണോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കുന്നത്? വെറും ഊഹങ്ങളെ മാറ്റി നിർത്തി നഴ്സിംഗ് എന്ന മേഖല എങ്ങനെയാണ് ശാസ്ത്രീയമായ വഴികൾ ഉപയോഗിക്കുന്നതെന്നും അതുവഴി രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കുന്നതെന്നും നമുക്ക് നോക്കാം. പണ്ടൊക്കെ ചികിത്സാരീതികൾ കൂടുതലും പാരമ്പര്യത്തെയും ഓരോരുത്തരുടെ അനുഭവ പരിചയത്തെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു മുന്നോട്ടു പോയിരുന്നത്. പക്ഷെ ഒന്നാലോചിച്ചു നോക്കൂ, എന്റെ അനുഭവത്തിൽ ശരിയെന്ന് തോന്നുന്നൊരു കാര്യം മറ്റൊരാൾക്ക് അതേപോലെ ആകണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും. ഒരു പ്രത്യേക രീതി എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അവിടെയാണ് വെറും പാരമ്പര്യത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി വ്യക്തമായ തെളിവുകളെ അടിസ്ഥാനമാക്കി ചികിത്സിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യം വരുന്നത്. ഈയൊരു വിഷയത്തില് നമ്മൾ 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. പരിചരണത്തെക്കുറിച്ചുള്ളൊരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തുടങ്ങി ശാസ്ത്രീയ രീതി എന്താണെന്ന് നോക്കും. പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ വരുന്ന വെല്ലുവിളികളും അതിനെ എങ്ങനെയാണ് മറികടക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പണ്ടൊക്കെ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കഴിവും തലമുറകളായി കൈമാറി വന്ന അറിവുകളുമൊക്കെയായിരുന്നു പ്രധാനം. ആ ഒരു കാലത്ത് നിന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായ തെളിവുകൾ വേണ്ട ഒരു ലോകത്തേക്ക് നഴ്സിംഗ് എങ്ങനെ വളർന്നു എന്ന് നോക്കാം. ഈയൊരു മാറ്റം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരുടെ ജീവനാണ്. ഓരോ രോഗിക്കും ഏറ്റവും സുരക്ഷിതവും ഏറ്റവും മികച്ചതുമായ ഫലം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെങ്കിൽ കൃത്യമായതും ചിട്ടയായതും തെളിയിക്കപ്പെട്ടതുമായ അറിവ് വേണമെന്ന് നഴ്സിംഗ് സമൂഹം പതിയെ തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവാണ് നഴ്സിംഗിനെ ഇന്നത്തെ നിലവാരത്തിലേക്ക് എത്തിച്ചത്. ശരി. അപ്പോ ഈ ഒരു ഉറപ്പില്ലായ്മയെ എങ്ങനെ മറികടക്കാം? അവിടെയാണ് ശാസ്ത്രീയ രീതി അഥവാ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ശക്തമായ ടൂള് വരുന്നത്. പുതിയ അറിവുകൾ ഉണ്ടാക്കാനും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുമൊക്കെയുള്ള ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോ എന്താണിത്? ഇതൊരു വെറും ഊഹമല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ഡിറ്റക്റ്റീവ് പണി പോലെയാണ്. സംശയങ്ങൾക്ക് പകരം തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം. ഒരു കാര്യത്തെപ്പറ്റി പഠിക്കാൻ വളരെ കൃത്യമായ നിയമങ്ങളും സ്റ്റെപ്പുകളും ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇവിടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. വസ്തുനിഷ്ഠമായ തെളിവുകൾക്ക് മാത്രമാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗവേഷണ രംഗത്തെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു സ്വർണത്തിന്റെ പരിശുദ്ധി നമ്മൾ ഉറപ്പുവരുത്തുന്നില്ലേ, അതുപോലെ ഈ രീതിയിലൂടെ കിട്ടുന്ന കണ്ടെത്തലുകൾക്ക് അത്രത്തോളം വിശ്വാസ്യതയുണ്ട്. ഇത് ഗവേഷണത്തിന് നല്ലൊരു അടിത്തറ നൽകുന്നു. അപ്പോ ഈ പ്രോസസ്സ് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു വീടുണ്ടാക്കാൻ നമുക്കൊരു ബ്ലൂ പ്രിന്റ് വേണ്ടേ? അതുപോലെ പുതിയ കണ്ടെത്തലുകളിലേക്ക് എത്താനുള്ള ഒരു വ്യക്തമായ രൂപരേഖയാണിത്. നമുക്ക് ആ ഘട്ടങ്ങളൊന്ന് നോക്കാം. ഈ 5 ഘട്ടങ്ങളെ നോക്കൂ. എല്ലാം തുടങ്ങുന്നത് ഒരു നിരീക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൽ നിന്നോ ആണ്. പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള അറിവുകൾ ശേഖരിച്ച് പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രവചനം അഥവാ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു പരീക്ഷണം ഡിസൈൻ ചെയ്ത് നടത്തുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അനലൈസ് ചെയ്ത് ഒരു നിഗമനത്തിലെത്തുന്നു. കഴിഞ്ഞില്ല, അവസാനമായി ആ പുതിയ അറിവ് മറ്റുള്ളവർക്ക് അറിയാനും ഉപയോഗിക്കാനും വേണ്ടി പങ്കുവയ്ക്കുന്നു. ഈ കാണുന്ന ചിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ പ്രോസസ്സ് ഒരിക്കലും ഒരിടത്ത് തീരുന്ന ഒന്നല്ല. ഒരു പഠനത്തിന്റെ അവസാനം നമുക്ക് കിട്ടുന്ന ഉത്തരം മിക്കവാറും അടുത്ത പഠനത്തിനുള്ള ഒരു പുതിയ ചോദ്യമായിരിക്കും. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രീയമായ അറിവ് എപ്പോഴും വളരുകയും സ്വയം തിരുത്തി മെച്ചപ്പെടുകയും ചെയ്യുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നില്ലേ? പക്ഷേ ഈ ചിട്ടയായ ശാസ്ത്രീയ രീതിയെ നമ്മളൊരു ലാബിൽ നിന്നെടുത്ത് മനുഷ്യരുടെ ഇടയിലേക്ക്, അതായത് ആശുപത്രികളിലേക്കും ക്ലിനിക്കുകളിലേക്കുമൊക്കെ കൊണ്ടുവരുമ്പോൾ ചില വലിയ വെല്ലുവിളികളുണ്ട്. എന്തൊക്കെയാണവ? ഈ താരതമ്യമൊന്ന് ശ്രദ്ധിക്കൂ. ഒരു ലാബില് നമുക്ക് സാഹചര്യങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുമല്ലേ? എന്നാൽ ഒരു ആശുപത്രിയിലോ ക്ലിനിക്കിലോ അത് നടക്കുമോ? ഇല്ല. അവിടെ മനുഷ്യരുണ്ട്. അവരുടെ വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഇവയൊന്നും ഒരു ടെസ്റ്റ് ട്യൂബിലെ കെമിക്കൽ പോലെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അല്ലേ? ഇതാണ് നഴ്സിംഗ് ഗവേഷണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പരിമിതികൾ വളരെ ഗൗരവമുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു പുതിയ ചികിത്സയുടെ ഫലം അറിയാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ആ ചികിത്സ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അത് ധാർമ്മികമായി തെറ്റാണ്.
അതുപോലെ ഒരാൾക്ക് എത്രത്തോളം വേദനയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷമുണ്ട് എന്നൊക്കെ ഒരു മെഷീൻ വെച്ച് കൃത്യമായി അളക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഴ്സിംഗ് ഗവേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അപ്പോൾ നഴ്സിംഗ് ഈ വലിയ വെല്ലുവിളികളെ എങ്ങനെയാണ് മറികടക്കുന്നത്? അവർ ശാസ്ത്രീയ രീതി അങ്ങ് ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പകരം അവരതിനെ മനുഷ്യ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ അർത്ഥം ശാസ്ത്രീയ രീതിയുടെ കർശനമായ നിയമങ്ങളിൽ നിന്ന് അവർ മാറുന്നു എന്നല്ല, മറിച്ച് ആ അടിസ്ഥാന തത്വങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രത്യേകതകളെയും സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഗവേഷണ രീതികളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ചിട്ടയായ അന്വേഷണം എന്ന ആ കോർ ഐഡിയ അവിടെ തന്നെയുണ്ട്. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് നോൺ എക്സ്പെരിമെന്റൽ ഡിസൈനുകൾ. ഇവിടെ ഗവേഷകർ കാര്യങ്ങളിൽ മനഃപൂർവ്വം മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. പകരം സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് നിരീക്ഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ഡയറ്റ് പിന്തുടരുന്ന ആളുകളുടെ ആരോഗ്യം കാലക്രമേണ എങ്ങനെ മാറുന്നു എന്ന് നിരീക്ഷിക്കുന്നതുപോലെ. ഇത് ധാർമ്മികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മനുഷ്യന്റെ സങ്കീർണമായ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കാനും സഹായിക്കും. അവസാനം ഈ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെയൊക്കെ ലക്ഷ്യം ഒന്നേയുള്ളൂ: എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, അതായത് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ. എന്നുവെച്ചാല് ഏറ്റവും പുതിയതും മികച്ചതുമായ ഗവേഷണ കണ്ടെത്തലുകളും ഡോക്ടറുടെയോ നഴ്സിന്റെയോ കഴിവും പരിചയസമ്പത്തും പിന്നെ രോഗിയുടെ താൽപ്പര്യങ്ങളും ഇഷ്ടങ്ങളും, ഇവ മൂന്നും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ചികിത്സാരീതി. ഇതാണ് ഇന്നത്തെ ആധുനിക നഴ്സിംഗിന്റെ അടിത്തറ. അപ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് തുടങ്ങി ശാസ്ത്രീയ രീതിയുടെ കൃത്യമായ വഴികളിലൂടെ കടന്നുപോയി മനുഷ്യന്റെ സങ്കീർണതകളെ മനസ്സിലാക്കി അവസാനം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പരിചരണത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. നഴ്സിംഗ് ഗവേഷണം ഓരോ ദിവസവും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കണ്ടെത്തലുകളിലൂടെ നമ്മുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെയും നമ്മൾക്ക് പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യത്തെ മാറ്റിമറിക്കാൻ പോകുന്ന അടുത്ത വലിയ കണ്ടെത്തൽ എന്തായിരിക്കും?